ഒരു 1/2 കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ട്. ഒരു ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ പണി നടക്കേണ്ട ആവശ്യമില്ല. ഇതിന് വേണ്ട നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ ആവശ്യമുള്ളൂ. ഒരു 3 ചെറിയ സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്, അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് പൂണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ പട്ട, ഗ്രാമ്പു, കുരുമുളക്, സ്റ്റാർ പൂ, വലിയ ജീരകം ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും പൂണ്ടും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും പൂണ്ടും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ ആദ്യം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതിൻ്റെ ഒരു പച്ച ചൊയ ഒന്ന് മാറണ വരെ ആദ്യം നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കൊരു കപ്പലമുളകില്ലേ, കപ്പലമുളകിൽ 2 എണ്ണം നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. വലിയ പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത്. ബീഫ് വേഗം കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇതിന് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ, അതിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം ഒരു 5 to 10 മിനിറ്റ് ഉള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. ഈ ഉള്ളി ഒന്ന് നന്നായി വഴറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് സമയമാകുമ്പോഴാണ് ഈ കളർ നമുക്ക് മാറി കിട്ടി. ഈ സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. ഈ അരപ്പ് നമ്മൾ ഏകദേശം ഇതൊരു 10 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു കളർ മാറ്റം വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഒരു 3-4 വെള്ളത്തിൽ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാണ്. കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഈ സമയത്ത് തന്നെ ഒരു 2 കൊത്താണ് ചേർത്തിക്കണത്. നമ്മൾ വെളിയിൽ ഈ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ നേരം എടുക്കുന്നത് കൊണ്ട് വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്യാസ് അധികം ചിലവും വരില്ല. നമുക്ക് നമ്മുടെ ഈ ചിരട്ട കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ അതിനെയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു സമയത്ത്, കാരണം ഇതിനൊക്കെ നന്നായിട്ട് ചിരട്ടയൊക്കെ ആവശ്യം വരും. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു 1/2 ചാക്ക് ചിരട്ട, ഏകദേശം ഒരു 10-50 ചിരട്ടയോളം വേണ്ടി വന്നു ഈ ഒരു ബീഫ് ഉണ്ടാക്കാൻ. കാരണം 1-1.5 മണിക്കൂർ ബീഫ് വേകാൻ വേണ്ടി സമയമെടുക്കും. ആ സമയത്തൊക്കെ ഈ ചിരട്ടയിട്ട് നമ്മൾ തീ കൊടുക്കേണ്ടി വരും. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തു. നമ്മൾ 1/2 കിലോ ബീഫ് എടുത്തിരിക്കണത്. ഇനി ഇതൊരു 5 to 10 മിനിറ്റ് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്തു. എന്നിട്ടൊരു 5 to 10 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തു. എന്നിട്ട് പിന്നെ ബീഫിന് ആവശ്യമായ വെള്ളമില്ലേ വേകാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ബീഫ് വെന്ത് കിട്ടിയാൽ മാത്രം മതി. നമ്മളിതിൽ ആദ്യം ഒഴിച്ചത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് നമ്മളിതൊക്കെ ചെയ്തത്.
അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ തുറന്ന് വയ്ക്കാം. ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർക്ക് വേഗം സമയമെടുക്കും. നമ്മളിപ്പോൾ ഒഴിച്ചില്ലേ വെള്ളം, ഇത് വെറ്റി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ വെള്ളം വെറ്റി. അപ്പോഴും വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു. എന്നിട്ട് പിന്നെ അതും വെറ്റിയ ശേഷമാണ് ഇതൊന്ന് വെന്ത് കിട്ടിയത്. നല്ല വേവുള്ള ബീഫ് തന്നെ ആയിരുന്നു. പക്ഷെ അവസാനം നന്നായി വെന്തു, നന്നായിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഇത് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒരു 11 മണിക്കായിരുന്നു. ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഒരു 1.5 മണിയോളമായി. അപ്പോൾ അവസാനം നമ്മളൊരു നടുവായിട്ട് കീറിയ പച്ചമുളക് ഒരു 2 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനോട് തന്നെ ഒരു നാരങ്ങ അതിനെ നമ്മൾ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നാരങ്ങ പിഴിഞ്ഞപ്പോഴാണ് ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടിയത് നമുക്ക്. അത് അവസാനം നമ്മൾ ഈ ഒരു ഇറക്കണ സമയമില്ലേ, ആ സമയത്ത് നമ്മളിത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക, നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചു. ഞാനിത് ചോറിൻ്റെ കൂടെ കഴിച്ചത്. അപ്പോൾ വലിയ എരിവ് കാര്യങ്ങൾ